ഇനി ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അധ്യായം 13 ക്ഷേത്രജ്ഞ വിഭാഗ യോഗ വാക്യം 31 പറയുന്നത് എപ്പോഴാണ് ഓരോ ജീവിയുടെയും സത്ത ഏക വസ്തുവിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതായും അതിൽ നിന്നാണ് അവയെല്ലാം വർദ്ധിപ്പിക്കുന്നതെന്നും ഒരുവൻ അറിയുന്നത്, അപ്പോൾ അവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. എല്ലാത്തിൻ്റെയും ആത്മാവിനെ അല്ലെങ്കിൽ ജീവനെ നിയന്ത്രിക്കുന്നത് ഒരുവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്. ആ സമയമാണ് നമ്മൾ ബ്രഹ്മത്തെ പ്രാപിക്കുന്നത് എന്ന് ഇവിടെ പറയുന്നത് ഭഗവത്ഗീത. യഥാർത്ഥത്തില് ഓരോ ജന്തു ജീവജാലങ്ങളെയും ചലിപ്പിക്കുന്നത് സൃഷ്ടാവാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടാവ് തനിക്ക് ചുറ്റിലും വലയം ചെയ്യുന്നുണ്ട്, ഓരോ വസ്തുവിനെയും വലയം ചെയ്യുന്നുണ്ട്, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുവഴിയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അദ്ദേഹം 18 മോക്ഷ സന്യാസ യോഗ വാക്യം 62 പറയുന്നുണ്ട് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ ഹൃദയത്തിൽ ഇരിക്കുന്ന ഈശ്വരനായതുകൊണ്ട് ആ ഈശ്വരനെ തന്നെ പൂർണ്ണമായി ശരണം പ്രാപിക്കുക എന്നതാണ് മോക്ഷത്തിനുള്ള വഴി എന്ന് ഭഗവാൻ നിർദ്ദേശിക്കുന്നു. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് സൃഷ്ടാവാണ്, അഥവാ ആ സൃഷ്ടാവിന്റെ കൈകളെന്ന അംശം നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. ഓരോ മനുഷ്യനും ഓരോ ജന്തു ജീവജാലങ്ങളും അതിനെ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കൈകളിലും ആ നാമം വന്നത്. യഥാർത്ഥത്തിൽ എല്ലാവരും അതിനെ ആശ്രയിക്കുന്നുണ്ട്. പലരും അംഗീകരിക്കുന്നു, പലരും അംഗീകരിക്കുന്നില്ല. ഇനി വെളിപ്പാടില് 3:7-8 പറയുന്നത് ആരും അടക്കാത്ത വണ്ണം തുറക്കുകയും ആരും തുറക്കാത്ത വണ്ണം അടക്കുകയും ചെയ്യുന്നവൻ അരുൾ ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിഞ്ഞു. ഇതാ ഞാൻ നിന്റെ മുന്നിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ നാമം മനുഷ്യർ നിഷേധിക്കുന്നില്ല. അതാണ് പറഞ്ഞത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നുണ്ട്, ഞാനൊരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്, അതുവഴി എല്ലാം അറിയുന്നുണ്ട്. ആ സൃഷ്ടാവിന്റെ കൈകൾ എന്ന അംശത്തെ മനുഷ്യർ ആശ്രയിക്കുന്നുണ്ട്. അതുവഴി തന്നെ സൃഷ്ടാവ് മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്നതും എല്ലാ കാര്യം പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളൊക്കെ സൃഷ്ടാവിന്റെ ഈ കൈകൾ എന്ന അംശത്തിലാണ്. ഇപ്പൊ ബൈബിൾ ആവട്ടെ, ഭഗവത്ഗീത ആവട്ടെ, എല്ലാ മനുഷ്യരും സൃഷ്ടാവിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഓരോ സെക്കൻഡും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സൃഷ്ടാവിന്റെ കൈകൾ എന്ന അംശത്തിന്റെ സീക്രട്ടാണ് മനുഷ്യ ശരീരത്തിലും വന്നിട്ടുള്ളത്. അതും ബൈബിളിൽ ഒരുപാട് തെളിവ് തരുന്നുണ്ടല്ലോ. അതാണ് തന്റെ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കുന്നവർ തന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ സലാം പറയാൻ ഇവിടെ പറയുന്നത്. സൃഷ്ടാവ് വേർതിരിച്ച് നമ്മളെ മനസ്സിലാക്കാനുള്ള ഒരു സീക്രട്ടാണ് സലാം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. അതുവഴി നമ്മളെ വേർതിരിക്കുന്നത് അവിടെ.